ജോലിയുള്ള എല്ലാ സ്ത്രീകളും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. ഒരു സ്ത്രീ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ അവൾക്ക് കിട്ടുന്ന എല്ലാ സാലറിയും അവൾക്ക് തന്നെ ഉപയോഗിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ അല്ലാത്ത ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്, അതുകൊണ്ടാണിത് പറഞ്ഞു തരുന്നത്. ജോലിയുള്ള ഒരു സ്ത്രീ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുമ്പം പലപ്പോഴും എനിക്കറിയാവുന്ന സ്വന്തമായി വീടുകൾ വാങ്ങിയ, സ്വന്തമായി കാറുകൾ വാങ്ങിയ, അല്ലെങ്കിൽ സ്വന്തം പൈസ കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ബ്യൂട്ടി പാർലറിൽ പോകുന്നു, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ട്രാവൽ ചെയ്യുന്നു, അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെയുള്ള ആളുകളാണ് അങ്ങനെയുള്ള ജോലിയുള്ള സ്ത്രീകളെയാണ് നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ചില ആളുകളുണ്ട്, അതായത് ജോലി മുഴുവൻ ചെയ്തിട്ട് ATM കാർഡ് ഉൾപ്പെടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും പൈസ ചിലവാക്കാൻ അവരോട് കെഞ്ചുന്ന അവസ്ഥയുള്ള എത്രയോ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ ജോലിയുള്ള പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് അവർക്കൊരു വിഷമ സാഹചര്യം വന്നാൽ, അവർക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ ടോർച്ചർ ചെയ്യുന്ന ഹസ്ബൻഡ്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ മുഴുവൻ സാലറിയും കൊണ്ട് കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സ്ത്രീകളുമുണ്ട്. ഇതെല്ലാം കാറ്റഗറിയുണ്ട്, സ്ത്രീകളുമുണ്ട്. പക്ഷേ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിയുണ്ട്, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അല്ല, ആ രീതിയിലാണ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണോ, ജോലി ഉണ്ടായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തീരുമാനമെടുക്കുക.